2001 സെപ്റ്റംബർ 11 ഭീകരമായ ആക്രമണത്തിൽ വിമാനമിടിച്ച് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളും ഒരുപക്ഷെ കണ്ടു കാണും. അമേരിക്കയും ലോകം മുഴുവനും ഒരുപോലെ ഞെട്ടിത്തെറിച്ച സംഭവമായിരുന്നു അന്ന് നടന്നത്. തകർന്ന അവശിഷ്ടങ്ങളെല്ലാം മാറ്റി കെട്ടിടം നിന്ന സ്ഥലം മൈതാനമാക്കി പിന്നീട് കമ്പിവേലി കെട്ടിമറച്ച മൈതാനത്തിൽ നിന്നും 1776 അടിയിൽ 104 നിലകളോടെ പ്രതീക്ഷയുടെ പ്രതീകമായി പുതിയ അമ്പരചുംബി തലയുയർത്തി നിന്നു. ആ പുതിയ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഭീകരവാദത്തിനെതിരെ അമേരിക്ക നേടിയ സ്വാതന്ത്ര്യത്തിന്റെ സ്മാരകം കൂടിയാണ് ഇത്. നാണക്കേടിന്റെ ശൂന്യതയിൽ നിന്ന് സ്വാതന്ത്ര്യ സ്മാരകം ഉയർന്നു. ഇന്നൊരു സെപ്റ്റംബർ 11 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്ററിലെ മറക്കാനാവാത്ത ആ സംഭവങ്ങളെ കുറിച്ചാണ് ഈ കഥ. ന്യൂയോർക്കിന്റെ അഭിമാനമായി തലയുയർത്തി നിന്ന ഇരട്ട ഗോപുരങ്ങളായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിലെ ട്വിൻ ടവേഴ്സ്. ഭീകരാക്രമണത്തിൽ ഇരു കെട്ടിടങ്ങളും തകർന്നടിഞ്ഞപ്പോൾ പ്രദേശം ശൂന്യ മൈതാനമായി. ഗ്രൗണ്ട് സീറോ എന്ന വിളിപ്പേരോടെ ഈ പ്രദേശം അമേരിക്കയ്ക്കേറ്റ അപമാനത്തിന്റെ തിരുത്തായി മാറി. ആ ശൂന്യതയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ മണിമാലിക ഉയർന്നത്. തകർന്ന ഇരട്ട ഗോപുരങ്ങൾക്ക് പകരം 1776 അടി ഉയരമുള്ള ഫ്രീഡം ടവർ, $14.8 ബില്യൺ, അതായത് 9000 കോടി രൂപ ചെലവിട്ടാണ് ഫ്രീഡം ടവർ ഉയർന്നത്. ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആസ്ഥാനത്ത് പുതിയ വ്യാപാര കേന്ദ്രം നിർമ്മിക്കുന്ന നടപടികൾ അമേരിക്ക 2003 തുടങ്ങിയിരുന്നു. ഇരട്ട ടവറുകൾ വീണപ്പോൾ കേടുപാടുകൾ പറ്റിയ 7 നില കെട്ടിടം തകർത്ത് പുതിയത് 2006 തന്നെ പണി തീർത്തു. ഇരട്ട ഗോപുരം തകർന്നതിനെ തുടർന്ന് അവിടെ എന്ത് നിർമ്മിക്കണം എന്നതിൽ തർക്കമുണ്ടായി. സ്മാരകമുണ്ടാക്കിയാൽ അത് അമേരിക്കയ്ക്കേറ്റ അപമാനത്തിന്റെ പ്രതീകമായി മാറില്ലേ എന്നതായിരുന്നു ഒരു പക്ഷം ആൾക്കാരുടെ അഭിപ്രായം. എന്നാൽ എന്ത് നിർമ്മിച്ചാലും അത് അപമാനത്തിന്റെ സ്മാരകമായി മാറും എന്നതായിരുന്നു എല്ലാവരുടെയും പേടി. തുടർന്ന് ആ പ്രദേശം കമ്പിവേലി കെട്ടിത്തിരിച്ച് വെറുതെ ഇട്ടും ഗ്രൗണ്ട് സീറോ എന്ന വിളിപ്പേരിടുകയും ചെയ്തു. ഇനി ആ ഒരു ദിവസം അമേരിക്ക എങ്ങനെ മറക്കാതിരിക്കും എന്നതിനെ പറ്റി പറയാം. അമേരിക്കയെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചാണ് 2001 സെപ്റ്റംബർ 11 കടന്നുപോയത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി എന്ന് വിളിച്ചു പറഞ്ഞ അമേരിക്കയെ ഒരു നിമിഷം കൊണ്ട് തകിടം മറിക്കാൻ സെപ്റ്റംബർ 11 ആക്രമണത്തിന് കഴിഞ്ഞു. അൽ-ഖ്വയ്ദ തീവ്രവാദി സംഘം തട്ടിയെടുത്ത 4 വിമാനങ്ങൾ വാഷിംഗ്ടൺ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ ഇടിച്ചിറങ്ങി. 2000-ലധികം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. 2001 സെപ്റ്റംബർ 11 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. രാവിലെ ഏകദേശം 8:45 കൂടിയാണ് 20,000 ഗാലനോളം ജെറ്റ് ഇന്ധനം നിറച്ച അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു 787 ബോയിങ് വിമാനം ന്യൂയോർക്ക് പട്ടണത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ വടക്കേ ടവറിലേക്ക് ഇടിച്ചു കയറിയത്. 110 നിലകളുള്ള പ്രസ്തുത ടവറിന്റെ 80ാം നിലയിലേക്കാണ് ആ വിമാനം തുളഞ്ഞു കയറിയത്. അപ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ മരിച്ചു. ആ 80ാം നിലയിൽ കത്തിയെരിയുന്ന വലിയൊരു ദ്വാരം രൂപപ്പെട്ടു. കൂടാതെ 80ാം നിലയ്ക്ക് മുകളിലുള്ള എല്ലാ നിലയിലുള്ളവരും താഴേക്ക് ഇറങ്ങാനാവാതെ കുടുങ്ങിപ്പോയി. 80ാം നിലയിലെ ലോഹങ്ങൾ കത്തിയെരിയുന്നതിന്റെ ചൂടും പുകയും മുകളിലെ നിലയിലുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഒരു വിമാനത്തിന് ദിശ തെറ്റിയുണ്ടായ അപൂർവമായ ഒരു അപകടമെന്ന് ചിന്തിച്ച് വടക്കേ ടവറിലെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കവേ 18 മിനിറ്റിന് ശേഷം മറ്റൊരു ബോയിങ് 767 ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 175 ആയിരുന്നു അത്. എല്ലാവരും നോക്കി നിൽക്കെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ തെക്കേ ടവറിന്റെ 60ാം നിലയിലേക്ക് ആ വിമാനവും ഇടിച്ചു കയറി. അതോടെ ആദ്യത്തേതും ഒരു അപകടമല്ലെന്നും അമേരിക്ക ആക്രമിക്കപ്പെടുകയാണെന്നും എല്ലാവർക്കും മനസ്സിലായി. സൗദി അറേബ്യയിലെയും മറ്റു ചില അറേബ്യൻ രാജ്യങ്ങളിലെയും പൗരന്മാരാണ് വിമാനം തട്ടിയെടുത്ത ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പെട്ടെന്ന് തന്നെ അമേരിക്ക തിരിച്ചറിഞ്ഞു. സൗദി അറേബ്യയിലെ പിടികിട്ടാപ്പുള്ളിയായ ഒസാമ ബിൻ ലാദന്റെ തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയാണ് ഇവരെ പരിശീലിപ്പിച്ചതും സാമ്പത്തിക സഹായം ചെയ്തതെന്നും വ്യക്തമായി. അമേരിക്ക ആക്രമിക്കപ്പെടുന്നതിന്റെ വിവരങ്ങൾ അമേരിക്കക്കാരും ലോക ജനതയും ചങ്കിടിപ്പോടെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കെ 9:45 കൂടി അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 77 അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണിന്റെ പടിഞ്ഞാറേ വിങ്ങിലേക്ക് ഇടിച്ചു കയറിയതിന്റെ വിവരങ്ങളും പുറത്തു വന്നു. അപ്പോഴേക്കും കാലിഫോർണിയയിലേക്ക് പറക്കാനൊരുങ്ങിയ യുണൈറ്റഡ് ഫ്ലൈറ്റ് 93 ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. വിമാനം ടേക്ക് ഓഫിന് താമസിച്ചപ്പോൾ തന്നെ സെൽഫോൺ വഴിയും മറ്റിടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അതിലുണ്ടായിരുന്ന 44 യാത്രക്കാർക്കും അറിവ് കിട്ടിയിരുന്നു.
എന്നാൽ എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുമ്പേ വിമാനം പറന്നുയർന്നു. അതിനുശേഷം യാത്രക്കാർ വിമാനം ഹൈജാക്ക് ചെയ്തവരുടെ നേർക്ക് ഫയർ എക്സ്റ്റിങ്ഷൻ എറിഞ്ഞതായാണ് കരുതപ്പെടുന്നത്. യാത്രക്കാരുടെ ആക്രമണത്തെ തുടർന്ന് വിമാനം തട്ടിയെടുത്തവർക്ക് നിലത്തെറ്റുകയും 10:10 പെനിസിൽ വാലയ്ക്കടുത്ത് തകർന്നു വീഴുകയുമായിരുന്നു. ആ വിമാനം ലക്ഷ്യമിട്ടത് വൈറ്റ് ഹൗസ് ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ദുരിതം ഇതിലും വലുതാകുമായിരുന്നു. അതിലുണ്ടായിരുന്ന 44 യാത്രക്കാരും അന്ന് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അമേരിക്കയ്ക്കേറ്റ അപമാനത്തിന്റെ തിരുത്തായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം. ആ ശൂന്യതയിലേക്കാണ് സ്വാതന്ത്ര്യത്തിന്റെ ഈ മണിമാളിക ഉയർന്നതും. തകർന്ന ഇരട്ട ഗോപുരങ്ങൾക്ക് പകരം 1776 അടിയുള്ള ഫ്രീഡം ടവർ. എന്നാൽ മൊത്തം 1776 അടി ഉയരമുണ്ടെങ്കിലും അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന് ഫ്രീഡം ടവറിനെ വിളിക്കാനാകുമോ എന്നതിലും തർക്കമുണ്ട്. ടവറിന്റെ യഥാർത്ഥ ഉയരം 1368 അടിയാണ്. ചിക്കാഗോയിലെ സിയേഴ്സ് ടവറിന്റെ ഉയരത്തേക്കാൾ കുറവ്. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഒരു സ്തൂപം മുകളിൽ വെച്ചപ്പോഴാണ് 1776 അടിയിലെത്തിയത്. 1970കളുടെ തുടക്കം മുതൽ 2001 സെപ്റ്റംബർ 11 വരെ ട്വിൻ ടവേഴ്സിനുണ്ടായിരുന്ന റെക്കോർഡ്സിനെയും മറികടക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ ടവർ. വൻ സ്ഫോടനത്തെ വരെ ചെറുക്കുവാൻ ശേഷിയുള്ള കനത്ത ഭിത്തിയും സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ട്വിൻ ടവറിനേക്കാൾ 408 അടി ഉയരം കൂടുതലുമാണിത്. അങ്ങനെ മറ്റൊരു സെപ്റ്റംബർ 11 കൂടി കടന്നു പോകുമ്പോൾ അമേരിക്കയ്ക്ക് തീരാ ദുഃഖമാവുകയാണ് അന്ന് മരിച്ചവരുടെ ഓർമ്മകൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.